ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളൊരു ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും അവനെ ഓർക്കാനും അവൻ്റെ വിചാരണയെ ഭയന്ന് കഴിയാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ, അതിൻ്റെ പ്രമേയം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ലോകത്തിനൊരു അവസാനമുണ്ട് എന്ന് അടിക്കടി നമ്മൾ ഉണർത്തുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, ഈ ലോകം കഴിഞ്ഞ് മറ്റൊരു ലോകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ അധികരിപ്പിക്കാനുള്ള ഒരു പ്രചോദനം നൽകാൻ വേണ്ടിയാണ്. ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഇസ്ലാം പരിസ്ഥിതിയുമായി പോലും ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തന്നപ്പോൾ അതിനെ ഖിയാമത്തുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി തൻ്റെ അദബുൽ മുഫ്രദിൽ കൊണ്ടുവരുന്ന ഹദീസ് വളരെ പ്രസിദ്ധമാണ്. ആരുടെയെങ്കിലും കയ്യിൽ ഫസീല, ഒരു തെയ്യുണ്ടെങ്കിൽ, അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖിയാമത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക, അവൻ്റെ കയ്യിൽ ഒരു തെയ്യുണ്ടെങ്കിൽ അതിനെ നടാനുള്ള സമയം മാത്രമാണോ അവനുള്ളത്, ഫലിയ വെരിസ്ഹ, അങ്ങനെയാണെങ്കിൽ അവനത് നടൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. ഒരു തെയ് നടുന്നത് പോലും വലിയ പുണ്യമാണ്, അത് ഖിയാമത്തിന്റെ ഇടക്കാണെങ്കിലും എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയെ ഇത്രമാത്രം കൊണ്ടു നടന്ന ഒരു മതമൂല്യം നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ മിൻ മുസ്ലിമീൻ സറ, ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും ഒരു ചെറിയ വൃക്ഷം നട്ടു, അതിൽ നിന്ന് പിന്നീട് ഏതെങ്കിലും മനുഷ്യൻ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ജീവി ഉപയോഗപ്പെടുത്തി എങ്കിൽ അതവന് സദക്കയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, മുറിഞ്ഞു പോകാത്ത സദക്ക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് അധ്യാപനങ്ങൾ കൂടി ചേർത്ത് വായിച്ചു. ഒരു മരം നടൽ പോലും, പരിസ്ഥിതിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യൽ പോലും നിങ്ങൾ മരിച്ചാലും കൂലി കിട്ടുന്നതാണ് എന്ന് പറയാൻ ഖിയാമത്തുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മളോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നാളെ വിചാരണയും പ്രതിഫലവും നൽകപ്പെടും. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതാണ്? നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 281 ആയത്താണ് ഏറ്റവും അവസാനം ഇറങ്ങുന്ന ആയത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് 9 ദിവസം മുമ്പാണ് ആയത്ത് ഇറങ്ങിയത്. ആ ആയത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ തന്നെ അവസാനം, സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഖുർആൻ വൈൻഡപ്പ് ചെയ്യുന്നത്. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ, എല്ലാ നഫ്സിനും അള്ളാഹു പൂർണ്ണമായി കൊടുക്കും. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്, അവരെന്താണോ ചെയ്തത് അത് പൂർണ്ണമായി അള്ളാഹു കൊടുക്കും. വഹും ലാ യുദ്ലമൂൻ, ഒരു ദുൽമും അവരോട് ചെയ്യപ്പെടുകയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണോ ചെയ്തത് കൃത്യമായിട്ട് അതിന്റെ പ്രതിഫലം അള്ളാഹു നാളെ നൽകുന്നതാണ്. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, അതിന് പ്രതിഫലം ഉണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാത്രമല്ല, നമ്മുടെ മാത്രം നന്മകളായിരിക്കില്ല, നമ്മുടെ മാത്രം തിന്മകളായിരിക്കില്ല. നമ്മൾ യഥാർത്ഥത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കാരണം ആരെങ്കിലും നന്മ ചെയ്താൽ ആ നന്മയും, നമ്മൾ കാരണം ആരെങ്കിലും തിന്മ ചെയ്താൽ ആ തിന്മയും നമ്മൾ അനുഭവിക്കേണ്ടി വരും. സൂറത്തുൽ അൻകബൂത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫലയഹ്മിലുന്ന അസ്ഖാലഹും വഅസ്ഖാലം മഅ അസ്ഖാലിഹിം. സൂറത്തുൽ അൻകബൂത്താണ്. അവര് നാളെ വഹിക്കേണ്ടി വരിക അവരുടെ മാത്രം കുറ്റഭാരമല്ല, അവരാരെയൊക്കെ പിഴപ്പിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ. എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം ഒരു മനുഷ്യൻ നന്നാകുന്നതിന് പകരം നമ്മൾ കാരണം തെറ്റിപ്പോയാൽ, നമ്മുടെ വർത്താനം കൊണ്ട് തെറ്റിപ്പോയതാണ്, നമ്മുടെ സ്വഭാവം കൊണ്ട് തെറ്റിപ്പോയതാണ്, പ്രിയമുള്ളവർ നമ്മൾ ആലോചിക്കണം, നമ്മളുടെ പ്രവൃത്തി കണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണല്ലോ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി, നമ്മുടെ പ്രൊഫൈല് വഴി, നമ്മുടെ ഇടപാടുകൾ വഴി, വർത്താനം വഴി ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ജീവിതം കേടുപറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ പാപഭാരം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും എന്നുകൂടെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ഇടുന്ന കമന്റുകൾ, നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആശയങ്ങൾ, അതൊക്കെ നമ്മളൊന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യണം. പരമാവധി നന്മകൾ നമ്മൾ പറയണം, ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിനെ പറ്റി പറയുമ്പോൾ സഹാബാക്കൾക്ക് വലിയ പേടി ഉണ്ടാവും. പ്രവാചകർ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഒരുപാട് നന്മ ചെയ്യാമല്ലോ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്ത നന്മ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായ ഒരു നന്മയാണ്. പ്രവാചകൻ പറഞ്ഞു കൊടുത്തത്,
എല്ലാ നമസ്കാര ശേഷവും നിങ്ങൾ അദ്കാറുകൾ ചൊല്ലുന്നുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് നിങ്ങൾക്ക് ചൊല്ലാൻ എത്ര എളുപ്പമാണ്. നമ്മൾ ഹദീസ് പരിശോധിച്ച് നോക്കിയാൽ നിസ്കാരം കഴിഞ്ഞ് ചൊല്ലേണ്ട ഈ അദ്കാറുകൾ 6 രൂപങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. 6ഉം സഹീഹാണ്. അതിൽ ആദ്യത്തെ 5 ഇമാം ബുഖാരിയോ മുസ്ലിമോ റിപ്പോർട്ട് ചെയ്തതാണ്. അവസാനത്തിൽ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ ചൊല്ലാൻ സമയമില്ലെങ്കിൽ ഒരാൾക്ക് 10 തവണ സുബ്ഹാനല്ലാഹ്, 10 തവണ അൽഹംദുലില്ലാഹ്, 10 തവണ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ 30 ആയി. ഇത്രയും ചൊല്ലാം. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലെങ്കിൽ എല്ലാം 11 തവണ എന്ന രീതിയിൽ ചൊല്ലാം. രണ്ടാമത്തതാണ്. മൂന്നാമത്തത് 33 തവണ 99 ആയി. അല്ലെങ്കിൽ 2 33, മൂന്നാമത്തത് 34, നാലാമത്തെ രീതിയാണ്. അല്ലാഹു അക്ബർ 34 തവണ ചൊല്ലാം. അഞ്ചാമത്തത് 33 തവണ ചൊല്ലി അവസാനത്തത് 100 തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 ആയി. ആറാമത് പറഞ്ഞു തന്നത് 25 തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നാലാമത് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് 25 തവണ. ഈ 6 വർഷവും പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ഓപ്ഷനാണ്. ഒരാൾക്ക് 10 തവണ മാത്രമേ ചൊല്ലാൻ കഴിയുന്നുള്ളൂ. 10 തവണ ചൊല്ലിയിട്ട് പോകാമല്ലോ. അത് ഇല്ലാതിരിക്കുന്നതിലും നല്ലതല്ലേ 10 വെച്ച് 30 ചൊല്ലി നമുക്ക് പോകാൻ കഴിയുക. പ്രവാചകൻ മറ്റൊന്നുകൂടി പറഞ്ഞു കൊടുത്തു. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ അല്ലാഹു അക്ബർ. ഇതും നിങ്ങൾക്ക് ചൊല്ലാമല്ലോ. അപ്പൊ എത്ര പ്രതിഫലമായി. പ്രവാചകൻ ഓരോന്നിന്റെ കൂടെ 10 വെച്ചിട്ടാണ് പ്രതിഫലം കൂട്ടിയിട്ടുള്ളത്. ഇത്രയും വമ്പിച്ച പ്രതിഫലം. ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ അത്ഭുതമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഇത്ര എളുപ്പമുള്ള കാര്യമല്ലേ, എന്നിട്ടും ആളുകൾക്ക് നന്മ കുറഞ്ഞു പോകുമോ നാളെ ആഖിറത്തിൽ? അങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലോ. ഇത്രയൊക്കെ എളുപ്പമുള്ള അമലുകൾ ഉണ്ടായിട്ടും ആളുകൾക്ക് നാളെ ആഖിറത്തിൽ നന്മക്ക് ഷോർട്ടേജ് വരുമോ? പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, വരും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ചൊല്ലാൻ എളുപ്പമാണെങ്കിലും പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിക്കണം. ശൈത്താൻ വരും. ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണെങ്കിൽ 2 റീൽസ് കാണാം എന്ന് നമ്മൾ ആലോചിച്ച് റീൽസ് കണ്ട് കിടന്നുറങ്ങിപ്പോവും. നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരക്കാരാ നമ്മളങ്ങ് എണീച്ചു പോവും. 10 തവണയാണെങ്കിൽ കൂടി ചൊല്ലാനുള്ള സമയം നമുക്കില്ല. ശൈത്താൻ വന്നിട്ട് അവന്റെ ആ സമയത്ത് ഇല്ലാത്തൊരു തിരക്കും ഇല്ലാത്തൊരു ബിസിയൊക്കെ തോന്നിപ്പിച്ചിട്ട് അതും കൂടെ ഫസാദാക്കി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ അമലുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാളെ ആഖിറത്തിൽ വിജയിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ആഖിറത്തിൽ ഹിസാബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആ ഹിസാബിൽ പ്രവാചകൻ പറയുന്നുണ്ട്, അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് എനിക്കറിയാം. അവനോട് അള്ളാഹു ചോദിക്കും, നീ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തില്ലേ, അമിൽ കഥ വകഥ, ഒന്നും നിഷേധിക്കാൻ കഴിയില്ലല്ലോ, എല്ലാം ചെയ്തു എന്ന് അവനെ സമ്മതിക്കേണ്ടി വരും. എന്നിട്ട് അള്ളാഹു പറയും, ഓക്കെ, നീ ചെയ്തതൊക്കെ ശരി, ആ ചെയ്ത ചെറിയ തിന്മകളാണ് അള്ളാഹുവിന് കാണിച്ചു കൊടുക്കാമെന്ന്, അതൊക്കെ ഞാൻ നിനക്ക് നന്മയാക്കി മാറ്റി തന്നു എന്ന് പറയും. ഇദ്ദേഹത്തിന് വലിയ അത്ഭുതം, ഭയങ്കര സന്തോഷം. ഇത്രയും ചെറിയ തിന്മകൾ നന്മയായത് കണ്ടപ്പോ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, അള്ളാഹുനോട് തിരിച്ചു പറയാം, അള്ളാഹുവേ, ഇതിനേക്കാളും വലിയ തിന്മ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്നും കാണുന്നില്ലല്ലോ, അതുകൂടി ഉണ്ടെങ്കിൽ മറിച്ചാൽ അതും നന്മയാവുമല്ലോ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് കേട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു എന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അള്ളാഹു നമ്മളോട് എത്രത്തോളമാണ് കാരുണ്യം കാണിക്കുക എന്ന് നമുക്കറിയില്ല. അള്ളാഹു ഒരുപക്ഷെ നമ്മൾ ചെയ്തു പോയ ചെറിയ തിന്മകൾ പോലും നന്മയാക്കി മറിച്ചു തന്നേക്കാം. പക്ഷെ അത്ര നിസാരമാണ് ഹിസാബ് എന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടി ഖുർആനും ഹദീസുകളും ഹിസാബ് ഏതൊക്കെ കാര്യത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു. ആദ്യം ഒരു മനുഷ്യന്റെ കുഫറും ഒരു മനുഷ്യന്റെ ശിർക്കും ചോദ്യം ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ശിർക്കുണ്ടെങ്കിൽ, പ്രിയമുള്ളവർ, നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിന് വകവെച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അത് വലിയാവട്ടെ, മഖബറുകളിലേക്കാവട്ടെ, ജാറത്തിലേക്കാവട്ടെ, ഏതെങ്കിലും മഹാന്റെ പേരിലാവട്ടെ, ബദരീങ്ങളാവട്ടെ, സഹാബാക്കളാവട്ടെ, പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനെ അല്ലാതെ വിളിക്കുകയില്ല എന്ന് തീരുമാനിച്ച ഒരു മനുഷ്യന് യാതൊരു ബേജാറുമില്ല. നമ്മുടെ സങ്കടങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കും. സഹാബാക്കൾക്ക് എല്ലാ പ്രതിസന്ധികളും ഉണ്ടായിട്ടും അവർ ചോദിച്ചത് അള്ളാഹുവിനോടാണല്ലോ. അത് മാത്രമേ ഉള്ളൂ. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, ഈ ദീൻ മുഴുവൻ നിഷ്കളങ്കമായി നീ കൊടുക്കേണ്ടത് അള്ളാഹുവിനാണ് എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നത്. അത് നമ്മൾ സൂക്ഷിക്കണം. ജീവിതത്തിൽ ശിർക്ക് എന്ന ഒരു കണിക ഉണ്ടാവാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിനെ മാത്രം മതി എന്ന് ചിന്തിച്ചാൽ എത്ര എളുപ്പമുണ്ട്. വലിയ അത്ഭുതം പണ്ഡിതന്മാർ പറയാറുണ്ട്. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ, സാധാരണ ഖുർആനിന്റെ ഒരു ടെർമിനോളജിയിൽ കുൽ എന്ന് പറയണം. പ്രവാചകരെ പറഞ്ഞു കൊടുക്കും, പ്രവാചകരെ പറഞ്ഞു യസ്അലൂനക കുൽ, അവർ ചോദിക്കുന്നു, പ്രവാചകരെ പറഞ്ഞു കൊടുക്കും എന്ന് പറയണ്ടേ. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല.
ഖുൽ ഫഇന്നി എന്നല്ല, ഫഇന്നി ഖരീബ്. പ്രവാചകർ പറഞ്ഞു കൊടുക്കേണ്ടാത്ത വിധത്തിൽ ഇതാ ഞാൻ തന്നെ പറയാം. ഫഇന്നി ഖരീബ്, അള്ളാഹ് പറയാം ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത്? അള്ളാഹിനോട് ചോദിച്ചാൽ പോരെ. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഒന്നാമത്തത് ശിർക്കിന്റെയും തൗഹീദിന്റെയും വിഷയമാണ്. നമുക്ക് അടിതെറ്റി പോകരുത് പ്രിയമുള്ളവർ. രണ്ടാമത് പറയുന്നത് നിഅമത്താണ്. വലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങൾക്കുള്ള നിഅമത്തുകൾ അള്ളാഹു ചോദിക്കും. അതെന്തൊക്കെയാണ്? ഇബ്നു അബ്ബാസ് ഒക്കെ പറഞ്ഞു, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കേൾവി, നമ്മുടെ കാഴ്ച. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ കുടിക്കുന്ന തണുത്ത വെള്ളം പോലും ചോദിക്കുന്ന. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ വരുന്ന സമയത്ത് മഴയാണ്, ഇന്നലെ മിന്നാമൊക്കെ മഴയാണ്. കഴിഞ്ഞ 2 മാസം മഴയില്ലാതെ നമ്മൾ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു നമുക്ക് മഴ തന്നു. പലപ്പോഴും നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ മരുഭൂമിയിലൊക്കെ, രാജസ്ഥാന്റെ ഒക്കെ പ്രദേശത്ത്, നിങ്ങൾ ഒരുപക്ഷെ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. രാജസ്ഥാനിലൊക്കെ ഒരുപക്ഷെ താർ മരുഭൂമി ഇന്ത്യയുടെ ഏറ്റവും വലിയ മരുഭൂമികളിൽ ഒന്നാണ്. നമ്മൾ കാണുന്നത് വെള്ളമില്ലാത്തൊരു പ്രദേശം. എത്രയോ ആഴത്തിൽ നിന്ന് അവര് ഒട്ടകത്തെ ഒക്കെ നയിച്ചിട്ടാണ് അവര് വെള്ളം കോരിയെടുക്കുന്നത്. അത്രയും ചൂടുള്ള ഒരു പ്രദേശത്ത് അത് തണുപ്പിക്കാൻ അവർ നടത്തുന്ന ത്യാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എത്രയോ ത്യാഗം ചെയ്തിട്ടാണ് അവർക്ക് കിട്ടുന്ന കുറച്ച് വെള്ളം, ഒന്ന് തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത്. നമുക്ക് എത്ര സുലഭമായി തണുത്ത വെള്ളം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കുടിക്കുന്ന തണുത്ത വെള്ളത്തെ പറ്റി പോലും അള്ളാഹു ചോദിക്കും, നിങ്ങൾ തിന്നുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്ര സിമ്പിളാണ് നമ്മൾ ആലോചിക്കുക, എത്ര എളുപ്പമുള്ള കാര്യമാണ്. ഇന്നല്ലാഹ ലാ യർളാ അനിൽ അബ്ദ്, ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, അയക്കുലൽ അഖ്ല, അവൻ തിന്നുന്നു, ഫയഹ്മദല്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഒരു അൽഹംദുലില്ലാ പറയാൻ വലിയ പണിയില്ലല്ലോ. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഹംദ് പറയൂ, മീസാൻ തന്നെ നിറഞ്ഞു പോകും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് വലിയ പണിയൊന്നുമില്ല, നമുക്ക് എത്രയോ തിന്നാൻ കിട്ടുന്നുണ്ട്. ഹംദ് പറയുന്ന കാര്യത്തിൽ മാത്രം നമ്മൾ ആലോചിക്കൊണ്ട് തിന്നാനുള്ള, കുടിക്കാനുള്ള പ്രയാസത്തെ പറ്റി നമ്മൾ ആലോചിക്കുക പോലും വേണ്ട. ഇതിനെക്കുറിച്ചാണ് ചോദിക്കുക. മാത്രമല്ല അൻവാഉൽ ഹിസാബ്, ഹിസാബ് ഏത് തരത്തിലുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഹിസാബൻ യസീറ, ചില ആളുകൾ അള്ളാഹു എളുപ്പമുള്ള ഹിസാബ് ചെയ്യും. അതുകൊണ്ടാണ് ആയിഷ ചോദിച്ചത്, റസൂൽ എങ്ങനെയാണ് ഹിസാബ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു കൊടുക്കുക, ആയിഷ നീ പ്രാർത്ഥിക്കേണ്ടത് ഹിസാബൻ യസീറ, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, ഏറ്റവും എളുപ്പമുള്ള ഹിസാബ് അള്ളാഹുവെ നടത്തണം എന്ന് പ്രാർത്ഥിക്കണം. അതെങ്ങനെയാ? അള്ളാഹുവിന്റെ മുമ്പിൽ ഏടുകൾ കൊണ്ട് വരപ്പെടും. ആ ഏട് അള്ളാഹു നോക്കാതെ അങ്ങ് അള്ളാഹു അയാളെ പറഞ്ഞേക്കും, നോക്കാതെ വിടും. നോക്കിയാൽ, ഒന്ന് ചെക്ക് ചെയ്താൽ, ഒന്ന് റിവാലുവേഷൻ നടത്തിയാൽ, ഒന്ന് പോസ് ചെയ്ത് അള്ളാഹു നോക്കിയാൽ അവൻ ഹലക്ക, അവൻ നശിച്ചു എന്നാണ്. കാരണം നമ്മൾക്ക് ആർക്ക് പറയാൻ കഴിയും നമ്മൾ നമസ്കാരത്തെ കുറിച്ച്, നമ്മുടെ അമലുകളെ കുറിച്ച് ഒന്നും നമുക്ക് ചെക്ക് ചെയ്യാതെ വിട്ടാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രമുഖനായ സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല. ഒരു സഹാബി പറയുന്നുണ്ട്, ഞാനൊരിക്കൽ പള്ളിയിൽ കയറുമ്പോൾ ആളുകളൊക്കെ അബൂ ഹുറൈറയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് ഹദീസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണം. ഞാൻ ചോദിച്ചു, പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസ് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരൂ? അബൂ ഹുറൈറ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം. ഹദ്ദസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് പറഞ്ഞവിടെ അദ്ദേഹം ബോധം കെട്ടു. എല്ലാവരും കൂടെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. രണ്ടാമതും അദ്ദേഹം ഹദീസ് പറയാൻ വേണ്ടി ശ്രമിച്ചു. ഹദ്ദസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത് പറഞ്ഞപ്പോൾ അദ്ദേഹം ബോധം കെട്ടു വീണു. മൂന്നാമത് അദ്ദേഹത്തെ പിടിച്ചിരുത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുമ്പോഴേക്ക് അദ്ദേഹം ബോധം കെട്ട് വീഴാൻ. മൂന്നാമത്തെ തവണ ഇങ്ങനെയൊക്കെ അദ്ദേഹം ഉള്ള ബലമൊക്കെ പിടിച്ചിട്ട് അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞു. ആ ഹദീസ് എന്താ? നമുക്ക് കേൾക്കാൻ ആശ്ചര്യമുണ്ട്. ഇദ്ദേഹം ബോധം കെടാൻ മാത്രമുള്ള ഹദീസ് എന്താണ്? അദ്ദേഹം ഹദീസ് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ നരകത്തിലേക്ക് ആദ്യം അള്ളാഹു വലിച്ചെറിയാൻ പോകുന്നത് 3 ആളുകളെയാണ്. ഇത് ഓർത്തിട്ടാണ് അബൂ ഹുറൈറക്ക് പറയാൻ കഴിയാത്തത് നമ്മൾ ആലോചിച്ചു. ഒന്നാമത് പറഞ്ഞു, ഖുർആൻ പഠിച്ച മനുഷ്യൻ അവനെ കൊണ്ടുവരും. നീ ഖുർആൻ കുറെ പഠിച്ചല്ലോ, ഖുർആൻ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, ഓതുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്, നീ എന്ത് ചെയ്തു? ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ അദ്ദേഹം പറയും. കദബ്ത്, നീ പറഞ്ഞ കളവാണ്. നീ പഠിച്ച ഖുർആൻ മുഴുവൻ ആളുകൾ നീ ഖുർആൻ പഠിച്ച പണ്ഡിതനാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. അവനെ ഇട്ടിട്ടാണ് നരകം കത്തിക്കുന്നത് തുടങ്ങുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ആൾ. പ്രിയമുള്ളവരെ, നമ്മൾ ഖുർആൻ പഠിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ ഖുർആൻ പഠിക്കുന്നത് തന്നെ ആളുകൾക്കിടയിൽ പേരുണ്ടാവാൻ. ഒരു ഹദീസാണ് പഠിച്ചെങ്കിൽ ആളുകളോട് തർക്കിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. അതാണോ നമ്മുടെ നിയത്ത്? ഒരു ഹദീസ് പഠിച്ചാൽ ആളുകളോട് തർക്കിക്കാനും അവനെ തോൽപ്പിക്കാനുമാണോ നമ്മൾ ഹദീസ് പഠിക്കുന്നത്, ഖുർആൻ പഠിക്കുന്നത്? ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ഉണ്ടാവാൻ വേണ്ടിയില്ലേ? ഒരു മനുഷ്യന് നന്മ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ? ചില ആളുകൾ ഹദീസിനെയും ഖുർആനെയും തർക്കത്തിന്റെയും സംവാദത്തിന്റെയും മാത്രം വിഷയങ്ങളാണ്, ജീവിതത്തിന്റെ തസ്കിയത്തിന്റെ വിഷയമായിട്ടില്ല. നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെയാണ്, നമ്മളെ നന്നാക്കാൻ. രണ്ടാമത് ഒരു മനുഷ്യരെ കൊണ്ടുവരും, സ്വതക്ക ചെയ്തിട്ടുണ്ട്, പക്ഷേ ആളുകൾ കാണാൻ വേണ്ടിയാണ് സ്വതക്ക ചെയ്തത്. ആളുകൾ നല്ലത് പറയണം. അവരെ ഇട്ടുകൊണ്ടാണ് നരകം കത്തിച്ചു തുടങ്ങുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം.
ഈ സംഭവം നാടാകെ പരന്നു. അന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹുവാണ് അന്ന് ദമസ്കസ് അടക്കമുള്ള നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഖലീഫ. മുആവിയോട് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ സഹാബി പൊട്ടിക്കരയാത്ത, അദ്ദേഹം ഖലീഫയാണ്, മുആവിയ റളിയല്ലാഹു തആല അൻഹു വന്ന നാടിന്റെ ഖലീഫയാണ്. അദ്ദേഹം ഒരുപാട് കരഞ്ഞു. കസീറൻ. എന്നിട്ട് അദ്ദേഹം ഒരു ആയത്തോതി, സൂറത്തുൽ ഹൂദിലെ ഒരു ആയത്താണ്, മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. സൂറത്തുൽ ഹൂദ് 11ാമത്തെ സൂറത്താണ്. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹ, ആർക്കെങ്കിലും ദുനിയാവ് വേണം, അതിന്റെ സീനത്ത് വേണം, നുവഫി ഇലൈഹിം, അല്ലാഹു ഫുള്ള് കൊടുക്കും, ദുനിയാവ് ഒന്നും കൊടുക്കാതിരിക്കില്ല, വഹും ലാ യുബ്ഖസൂൻ, അല്ലാഹു ഒരു കുറവും വരുത്തില്ല. പക്ഷേ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാ, പക്ഷെ ആഖിറത്തിൽ പോയാൽ അവർക്ക് നരകം മാത്രമേ ഉള്ളൂ. ദുനിയാവ് വേണമെന്ന് കുറെ ചോദിച്ചു, ദുനിയാവ് മാത്രമാണ് ചോദിച്ചത്, ആഖിറത്തിനെ പറ്റി ഒന്നും അവൻ ആലോചിച്ചില്ല. ദുനിയാവ് അല്ലാഹു മുഴുവൻ കൊടുത്തു, പക്ഷെ ആഖിറത്തിൽ നാളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഖലീഫ കരഞ്ഞു. ഖലീഫ ഓർത്തിട്ടുണ്ടോ അദ്ദേഹത്തെ കുറിച്ച്? എനിക്ക് ദുനിയാവ് മൊത്തം കിട്ടിയല്ലോ, ഇനി ആഖിറത്തിൽ എന്തെങ്കിലും ഇല്ലാതായി പോകും എന്നാണ് ആ ഖലീഫ ഓർക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടത് അങ്ങനെ. നമുക്ക് എന്തിന്റെ കുറവാണ്? നല്ല പണിയുണ്ട്, ശമ്പളമുണ്ട്, ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, നമ്മൾ ആഗ്രഹിച്ചതൊന്നും കിട്ടാതിരുന്നിട്ടില്ല. നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറന്റ് ആഗ്രഹിക്കുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിപ്പോവാണ്. നമ്മൾ ആലോചിക്കും, നമ്മൾ ഏതെങ്കിലും ഫോൺ ആഗ്രഹിക്കുമ്പോഴേക്കും ഉപ്പ കൊണ്ടുവരിക. നമുക്ക് ഇന്നുവരെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. എല്ലാം അല്ലാഹു കൊടുക്കും, പക്ഷേ നാളെ നരകം ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു ഹിസാബ് ചെയ്യുന്നിടത്ത് ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യദുൽ മുഅ്മിൻ, അള്ളാഹു മുഅ്മിനോട് ചില സമയത്ത് ചില മുഅ്മിനീങ്ങളോട് അള്ളാഹു വല്ലാതെ അനുകമ്പ കാണിക്കും. യദുനു, ആ മുഅ്മിനെ അടുത്ത് വിളിക്കും എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കാന്നൊക്കെ നമ്മൾ പറയല്ലേ. ഫയദ അലൈഹി കനഫഹു, അവനെ ഇങ്ങനെ വാത്സല്യം കൊണ്ട് ചേർത്ത് പിടിക്കും. ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞാലാണ് മനസ്സിലാവുക, അതുകൊണ്ടാണ് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അള്ളാഹു അവന്റെ ഏടുകൾ വായിക്കാൻ വേണ്ടി പറയും. അവൻ ആദ്യം വായിച്ചു തുടങ്ങുക അവന്റെ തിന്മകളാണ്. മുഅ്മിനെ കുറിച്ചാണ് പറയുന്നത്. ആ തിന്മകളൊക്കെ വായിക്കുമ്പോൾ പേടിച്ച് ഇങ്ങനെ വായിക്കും. അള്ളാഹു ആ പറഞ്ഞതൊക്കെ നീ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അത് അംഗീകരിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് അതൊക്കെ പുറത്തു തന്നു എന്ന് പറയും. ഇനി വായിക്കാൻ പറയും. പിന്നീട് അവൻ വായിക്കൽ അവന്റെ നന്മയാണ്. ഭയങ്കര സമാധാനമാണ്. അള്ളാഹു ആ ഏട്, അവന്റെ തിന്മകൾ മായ്ക്കപ്പെട്ടു, നന്മകൾ മാത്രമുള്ള ഏട് കൊണ്ട് പോകാനാണ് അവനോട് പറയുന്നത്. നേരെ തിരിച്ച് അവിശ്വാസിയാണ് അല്ലെങ്കിൽ വല്ലാതെ തിന്മകൾ ചെയ്ത മുഅ്മിനാണെങ്കിൽ കൂടി അവനോട് ചോദ്യം ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അവന്റെ നന്മകൾ ആദ്യം വായിക്കാൻ വേണ്ടി പറയും. ആ നന്മകളൊക്കെ അവൻ വായിച്ചു തീരുമ്പോൾ അള്ളാഹു പറയും, ഈ നന്മകളൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല, തള്ളിക്കളയാന്നാണ്. നമ്മൾ ആലോചിച്ചു, നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ ശരിക്കും ആലോചിക്കുക. ഇന്നലെ നിസ്കരിച്ച നമസ്കാരത്തിൽ നമുക്ക് അള്ളാഹുവിന് ഓർക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു വക്തിൽ സലാം വീട്ടുമ്പോൾ പോലും നമുക്ക് ഓർമ്മ വന്നിട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള നിസ്കാരം അള്ളാഹു തള്ളിയാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയും. പിന്നീട് അവന്റെ തിന്മകൾ വായിക്കാൻ വേണ്ടി പറയും. ആ തിന്മകളൊക്കെ ഒന്നും നിഷേധിക്കാൻ കഴിയില്ല, അതൊക്കെ അവന്റെ മേൽ ചാർത്തപ്പെടും, അവന്റെ നരകത്തിൽ ഇടപെടും. ഇതൊക്കെ ഹദീസിൽ വന്ന സംഭവമാണ്. ഇത് അള്ളാഹുവിന്റെ വിചാരണയാണ്. ഇനി നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് ശേഷമാണ് സൃഷ്ടികളുടെ വിചാരണ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അപ്പുറം ചെയ്തതുണ്ടാവുമല്ലോ, അതുണ്ടാകുന്നത് രണ്ടാമത്തെ സ്റ്റേജിൽ. ഇതൊക്കെ ഒരു തർത്തീബിലാണ് നടക്കുക. ആ സമയത്താണ് ആരെങ്കിലും ഏതെങ്കിലും സഹോദരന് ദുനിയാവിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, ആളുകളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാളെ ഒരു ദിവസം വരും ദീനാറും ദിർഹമും കൊടുക്കാൻ കഴിയില്ല. ഫലിയതഹല്ലിൽഹു, നിങ്ങൾ ഇന്ന് അത് നിന്റെ സഹോദരനോട് പോയിട്ട് പറയാം, മാപ്പിന് വേണ്ടി ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഗൗരവം എന്ന് വെച്ചാൽ, അള്ളാഹുവിന്റെ വിചാരണ കഴിഞ്ഞു, അള്ളാഹു ചേർത്ത് പിടിച്ചു, അള്ളാഹു പൊരുത്തപ്പെട്ടൊക്കെ തന്നു. പക്ഷേ മനുഷ്യന്റെ വിചാരണ വന്ന ഒരു മനുഷ്യനും ചേർത്ത് പിടിക്കാനും പോകുന്നില്ല, നമ്മളോട് പൊരുത്തപ്പെടാനും പോകുന്നില്ല. നമ്മുടെ ഉമ്മ പൊരുത്തപ്പെടും. നമ്മൾ ആലോചിച്ചു, ഉമ്മയും വാപ്പയും തിരിഞ്ഞു നോക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ അയൽവാസി തിരിഞ്ഞു നോക്കൂ, കുറ്റം പറഞ്ഞ ബോസ് തിരിഞ്ഞു നോക്കൂ, സ്ഥാപനത്തിൽ ഏതെല്ലോ മനുഷ്യന്മാരെ പറഞ്ഞിട്ടുണ്ട് അവര് തിരിഞ്ഞു നോക്കൂ. അവരൊക്കെ നമ്മുടെ എല്ലാം എടുത്തു കൊണ്ടുപോകും, ഹസനാത്തുകൾ എടുത്തു കൊണ്ടുപോകും. കടമുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, കടം വീടാതെ മരിച്ചുപോയ ഖബറിൽ ശിക്ഷയുണ്ട്, അത് ഒന്നാമത്തെ കാര്യമാണ്. എന്ന് മാത്രമല്ല, നാളെ ആഖിറത്തിൽ കടമുള്ള ആളുകൾ ചോദിച്ചു വരും, കൊടുക്കാൻ ദീനാറുണ്ടോ? ഇല്ലല്ലോ. ഇവന്റെ നന്മകൾ എടുത്തു കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് കടം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉപയോഗിച്ച് കഴിഞ്ഞു. നമുക്ക് EMI ഉണ്ട്, ലോണുണ്ട്, കാർ എടുത്തു, വീടെടുത്തു, പലിശ എടുത്തു. പലിശയുടെ കുറ്റം ഒന്ന്, ഇതടക്കാതെ മരിച്ചു പോയാൽ കടത്തിന്റെ കുറ്റം രണ്ടാമതാണ്. ആളുകൾക്ക് ഇന്ന് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. ഒരു ഐഫോൺ എടുക്കണോ, ലോണിന് എടുക്കാം, EMIക്ക് എടുക്കാം. നിരത്തിൽ വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും പൈസ ഉണ്ടായിട്ടാണോ വണ്ടി വാങ്ങിക്കുന്നത്? എല്ലാവരും EMIയിൽ വാങ്ങിക്കാം. പ്രിയമുള്ളവരെ, കടം മക്കൾക്ക് ബാക്കിയാക്കി പോയാൽ അത് വീട്ടണമെന്ന് മക്കൾക്ക് ഒരു നിർബന്ധവുമില്ല. മക്കൾ അവരുടെ സ്വത്തും കൊണ്ടുപോകും, നമ്മൾ പെടും, നമ്മുടെ ഹസനാത്തുകൾ പെടും. ഞാനിത് പറയുമ്പോൾ ഓർത്തത്, നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ വല്ലാതെ പൊക്കി പറയുന്നുണ്ട്. കാരണം പള്ളിക്ക് വേണ്ടി ധാരാളം ധർമ്മം ചെയ്ത മനുഷ്യനാണ്. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹം ഇത് ഇത്രയും ധർമ്മം ചെയ്ത് കടം വാങ്ങിച്ചിട്ട് ധർമ്മം ചെയ്ത 1 കോടിയോളം കടമായി.
കുറച്ച് നല്ലവരായ മനുഷ്യർ അത് വീട്ടിയത് കൊണ്ടാണ്. നമ്മൾ പള്ളിക്ക് വേണ്ടിയല്ലല്ലോ കൊടുത്തത്, നമ്മൾ വീടിന് വേണ്ടി ആഡംബരത്തിന് വേണ്ടി വാങ്ങിച്ച കടമാണ്. അതേപോലെ നമ്മൾ ആലോചിക്കണം, ഇത് വലിയ അപകടമാണ്. മനുഷ്യരോടുള്ള ഇടപാടുകൾ തീർക്കാതെ പോയാൽ അള്ളാഹു വിടൂല. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ഏറ്റവും പ്രിയങ്കരനായ ഒരു സഹാബിയാണ്. ഈ സഹാബിയുടെ ചരിത്രം വായിക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നും. ചെറിയ സഹാബിയാണ്, പ്രവാചകന്റെ കൂടെ അന്ന് മക്കയിൽ പോയി ഇസ്ലാം സ്വീകരിച്ചവരുടെ കൂട്ടത്തിലുണ്ടായ സഹാബിയാണ്. ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത 4ാം സ്ഥാനത്തുള്ള സഹാബി ജാബിർ ബിൻ അബ്ദുല്ലാഹ് എന്ന് പറയുന്ന സഹാബിയാണ്. ഈ സഹാബിയെ കുറിച്ച് കേൾക്കാം. കുറെ കാലത്തിന് ശേഷം പ്രവാചകൻ മരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം അദ്ദേഹം ഒരു ഹദീസ് മദീനയിൽ വെച്ച് കേട്ടു. സഹാബകളെ കുറിച്ച് ആലോചിക്കണേ. മദീനയിൽ വെച്ച് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉനൈസ്, ഷാമിലാണ് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം തന്നെ പറയട്ടെ, ഇദ്ദേഹം ഒരു ഒട്ടകം വാടകയ്ക്ക് എടുത്തു. 1 മാസം എടുക്കും ഷാമിലേക്ക് പോകണമെങ്കിൽ. ഒട്ടകം എടുത്തു, 1 മാസം ട്രാവൽ ചെയ്തു, ഷാമിലെത്തി. രാവിലെ അബ്ദുല്ലാഹി ബിൻ ഉനൈസിന്റെ വീട്ടിലെത്തി. വാതിൽ മുട്ടി അബ്ദുല്ലാഹി ബിൻ ഉനൈസ് രാവിലെയാണ് എത്തിയത്. കുറെ സമയം അവിടെ കടന്നുറങ്ങി. രാവിലെ ആയതിനു ശേഷം വാതിൽ മുട്ടിയപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉനൈസ് പുറത്തേക്ക് വന്നു. ജാബിർ ബിൻ അബ്ദുല്ലയാണോ വന്നത്? ഇതാണ് അത്ഭുതം. ജാബിർ എന്ന് പറഞ്ഞാൽ വലിയ മുഹദ്ദിസാണ്. നിങ്ങൾ ഇരിക്കൂ, ഞാൻ നിങ്ങളെ സൽക്കരിക്കാം. അതിനൊന്നും എനിക്ക് സമയമില്ല. ഒരു ഹദീസ് താങ്കൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, അത് എന്താണെന്ന് താങ്കൾ പറഞ്ഞു തരണം. അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ആഖിറത്തിൽ അള്ളാഹു വരും, അനൽ മലിക് അനൽ ദയ്യാൻ, ഞാനാണ് ഇവിടെ ഇന്നത്തെ ദിവസത്തിന്റെ രാജാവ് എന്ന് അള്ളാഹു പറയുന്ന ഒരു ദിവസം. എന്നിട്ട് അള്ളാഹു പറയുന്ന വാക്ക് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, നാളെ ഒരാളും സ്വർഗത്തിലേക്ക് കയറുകയില്ല, നരകത്തിലേക്കും കയറുകയില്ല, സൃഷ്ടികൾ തമ്മിലുള്ള അവരുടെ ഇടപാടുകൾ തീർക്കാതെ. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, അതെങ്ങനെയാ തീർക്കുക? അൽ ഹസനാതു ബിസ്സയ്യിആത്ത്, നന്മകളും തിന്മകളും അപ്പുറവും ഇപ്പുറവും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അള്ളാഹു തീർക്കും. ഇതാണ് ഹദീസ്. ഇത് കേട്ട ഉടനെ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല തിരിച്ചു നാട്ടിലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ വീണ്ടും 1 മാസം. അപ്പ് ആൻഡ് ഡൗൺ പറഞ്ഞാൽ 2 മാസം ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല കഷ്ടപ്പെട്ട് യാത്ര ചെയ്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഹദീസാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എത്രത്തോളം തറച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചു. 2 മാസം. ഒരു ഖുതുബയിൽ നമ്മൾ എത്ര ഹദീസ് കേൾക്കുന്നുണ്ട്, ഒരു ദിവസം എത്ര ഹദീസുകൾ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. ഇത് നമ്മളിലേക്ക് തറക്കാത്തതിന്റെ ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്. 2 മാസം ത്യാഗം ചെയ്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഹദീസ് അദ്ദേഹം ജീവിതകാലം മറക്കുമോ പ്രിയമുള്ളവരെ? അദ്ദേഹം അത് ജീവിതത്തിൽ കൊണ്ടു നടന്നു. ഒരാളെയും കുറ്റം പറഞ്ഞില്ല, ഒരാളെയും കളിയാക്കിയില്ല, പരദൂഷണം പറയാൻ നിന്നില്ല. നമുക്ക് പറയാൻ എളുപ്പമാണ്. ഞാൻ അതാ പറഞ്ഞത്, അള്ളാഹു പൊരുത്തപ്പെട്ടു തരും. രണ്ടാമത് വരുന്ന വിചാരണ സൃഷ്ടികളാണ്. ആരും പൊരുത്തപ്പെട്ടു തരാൻ പോകുന്നില്ല. ഇവിടെ നന്മകൾ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം, ഒരുപക്ഷെ എല്ലാം ബാലൻസ് ആയതിനു ശേഷമാണ് പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മീസാൻ, അള്ളാഹു ത്രാസുകൾ സ്ഥാപിക്കും. ഖുർആൻ പറഞ്ഞ വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു ത്രാസുകൾ സ്ഥാപിക്കും. ഈ ത്രാസിൽ എങ്ങനെയാണ് അമലുകൾ തൂക്കുക? 3 രീതികൾ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ട് 3 ഹദീസിൽ വന്നതാണ്. ഒന്ന്, അമലുകൾ തന്നെ തൂക്കും. അപ്പൊ നമ്മൾ ആലോചിക്കും, അമലുകൾ എങ്ങനെ തൂക്കുക? ഇത് തൂക്കണമെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് രൂപം വേണ്ടേ? ചില ഹദീസുകൾ പറയുന്നുണ്ട്, നിങ്ങൾ സൂറത്തുൽ ബഖറയും ആലു ഇംറാനും ഓതിയാൽ അത് മേഘം കണക്കെ നിങ്ങൾക്ക് നാളെ തണല് തരുക. അള്ളാഹു ആ രീതിയിൽ അമലുകളെ തന്നെ മാറ്റും, ആ അമലുകൾ തൂക്കും. രണ്ടാമത് പറയുന്നത് അല്ല, മനുഷ്യരെ തന്നെ തൂക്കുമെന്നാണ്. ഇത് ഹദീസിലുണ്ട് എന്നല്ല, അത്ഭുതം എന്ന് പറയട്ടെ. ഇതെടുത്ത് പരിശോധിച്ചപ്പോൾ ഖുർആനിന്റെ ആയത്താണ് പണ്ഡിതന്മാർ അതിന് തെളിവായി ഉദ്ധരിച്ചത്. സൂറത്തുൽ കഹ്ഫിൽ ഇന്ന് നമ്മൾ ഓതിയ അവസാനത്തെ പേജിൽ നമുക്ക് കാണാം, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, നാളെ അള്ളാഹു തൂക്കുന്ന സമയത്ത് ഫലാ നുഖീമു ലഹും, അവർക്ക് കൊടുക്കുന്നില്ല, വസ്നൻ, ഒരു തൂക്കവും അള്ളാഹു കൊടുക്കൂല, അവരെ തൂക്കും. ലഹും എന്നാണ് പറഞ്ഞത്, അവരെ തന്നെ തൂക്കുന്നാണ് പറഞ്ഞത്. ചില ഹദീസിന്റെ റിവായത്തിൽ കാണാം, തടിച്ച ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് തൂക്കും, അദ്ദേഹത്തിന് ഒരു കനം ഉണ്ടാവില്ല. മെലിഞ്ഞ ആളുകളെ കൊണ്ടുവന്ന് തൂക്കും, അദ്ദേഹത്തിന് വലിയ കനം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ജിസ്മിന്റെ കാര്യമല്ല പറയുന്നത്, മനുഷ്യന്റെ അമലിന്റെ കാര്യമാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരിക്കൽ അറാഖിന്റെ ഒരു കള്ളി ഒരു ചെറിയൊരു വടി പറിക്കാൻ വേണ്ടിയിട്ട് മരത്തിന്റെ മുകളിൽ കയറുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ചെറിയ സഹാബിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇരിക്കുകയും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നിൽക്കുകയും ചെയ്ത ഒരേപോലെ ഉണ്ടാവുന്നതാണ്. അത്രയും ചെറിയ മനുഷ്യനാണ് ഇത്. അദ്ദേഹത്തിന്റെ കാലുകളും അങ്ങനെയാണ്. കാറ്റടിച്ചപ്പോൾ കാല് പുറത്ത് കണ്ടു, ഒരു മെലിഞ്ഞ കാല്. ആളുകളൊക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചിരിക്കേണ്ട, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഈ കാലുകൾ ലഅസ്ഖലു ഫിൽ മീസാനി മിൻ ജബൽ ഉഹദ്, നാളെ മീസാനിൽ ഉഹദ് പർവ്വതത്തെക്കാൾ തൂക്കമുണ്ടാകും എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാല് നാളെ വെക്കുമെന്നല്ലേ ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ തന്നെ വെക്കുമെന്നല്ലേ. ഇതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു, മനുഷ്യന്റെ അമലുകൾ, മസാഹിഫ്, സുഹുഫുകൾ, അവന്റെ ഏടുകൾ തന്നെ തൂക്കും നന്മകളിൽ. അപ്പോൾ
ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ ഉദ്ധരിച്ച ഹദീസ് വലിയ അത്ഭുതമുണ്ട്. അദ്ദേഹം പറയാൻ, ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഏറ്റവും അവസാനത്തെ ഹദീസ് 6800 ഹദീസ്, ഏറ്റവും അവസാന ശേഷം ഇമാം ബുഖാരി ക്ലോസ് ചെയ്തത് ഈ ഹദീസ് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം പറയുന്ന കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രണ്ട് കലിമത്താനി ഖഫീഫത്താൻ, വളരെ മൃദുലമായ ഏറ്റവും ലളിതമായ രണ്ട് വാക്കുകൾ, തഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ, മീസാനിൽ ഏറ്റവും കനം തൂങ്ങിയതാണ്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഇത് ചൊല്ലിക്കോളൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഒന്നാമത്തത് അതാണ്. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും ആളുകൾക്ക് കനം തൂങ്ങുക ഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സ്വഭാവം നന്നാവുക, കഴിയുന്ന രീതിയിൽ ആളുകളെ കുറ്റം പറയുന്നതിന് പകരം ദിക്റുകൾ ചൊല്ലുക, ഖുർആൻ പഠിക്കുക, അള്ളാഹുവിന് വേണ്ടി ആവുക, പരമാവധി നമസ്കാരം ശരിയാക്കുക. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ജീവിതത്തെ തെറ്റിയാതിരിക്കുക, 5 വഖ്ത് നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക, ഒരു മനുഷ്യനെ കുറിച്ചും വേണ്ടാത്തത് പറയാതിരിക്കുക. നമ്മുടെ ആഖിറത്ത് സേഫാണ്. അല്ലാഹു അത്തരത്തിൽ സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറത്ത് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبرار. فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂലോകത്തേക്ക് അവതരിച്ചത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മനുഷ്യർക്ക് ഉത്തമമായ ഒരു മാതൃക സൃഷ്ടിക്കാനാണ്. ലോകത്തെ ഏത് മനുഷ്യനെ കുറിച്ച് വായിച്ചാലും ഇത്രയും പെർഫെക്റ്റായ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ മാതൃകയില്ല എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ എല്ലാ രീതിയിലും മാതൃകയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ പ്രവാചകനെ കുറിച്ച് പലപ്പോഴും ഇന്ന് നമ്മുടെ നാടുകളിൽ കൃത്യമായൊരു പിക്ചർ ആളുകൾക്ക് കൊടുത്തിട്ടില്ല. ഇത് കൊടുക്കണമെങ്കിൽ നമ്മൾ ആ പിക്ചർ വായിക്കണ്ടേ, നമ്മൾ പ്രവാചകനെ കുറിച്ച് പഠിക്കണ്ടേ, നമ്മളത് പകർത്തണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം റിഫ്ലക്ട് ചെയ്യണ്ടേ. ഇതൊരു ദൗത്യമാണ്. ആ ദൗത്യത്തിന് വേണ്ടി വലിയൊരു ഉദ്യമം, വലിയൊരു നീയത്തിൽ ISM പ്രവാചകനെ കുറിച്ച്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം എന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഈ വരാൻ പോകുന്ന ജൂൺ 7 ഞായറാഴ്ച കണ്ണൂർ വെച്ചാണ്, സ്റ്റേഡിയം കോർണർ വെച്ചാണ് പരിപാടി നടക്കുന്നത്. പരിപാടിയുടെ ലക്ഷ്യം 6 മാസത്തെ ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത് പ്രവാചകനെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. അതിനു മുമ്പ് വായിച്ചു നിർത്തേണ്ടത് അത് നമ്മൾ പരിചയപ്പെടുക, നമ്മൾ സ്വായത്തമാക്കുക, നമ്മളിലൂടെ പ്രവാചകൻ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതൊരു ഉദ്യമമാണ്. ഈ ഉദ്യമവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇതിന്റെ സംഘാടകർ ഇതിന്റെ ധനസമാഹരണം നടത്തുന്നത് നമ്മളാൽ കഴിയുന്നത് അള്ളാഹുവിന് വേണ്ടി പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു സംരംഭത്തിൽ നമ്മൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ സ്വതക്കകളും എല്ലാ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നാളെ ഹിസാബ് ചെയ്യുമ്പോൾ ഏറ്റവും ലളിതമായ ഹിസാബ് ചെയ്ത് നമ്മുടെയൊക്കെ തോളിൽ കൈവച്ചിട്ട് നീ ചെയ്തതൊക്കെ പുറത്തു തന്നു എന്ന് പറയുന്ന ഒരു വലിയ ഒരു സൗഭാഗ്യം കേൾക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.